ഹായ് വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. ബ്യൂട്ടിഫുൾ ആയുള്ള സാരീസ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ടർക്കിഷ് ഓർഗൻസാട് തന്നെ ആ ഒരു റിപ്ലിക്ക സ്റ്റൈലിൽ വരുന്ന കളക്ഷൻ ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെ വളരെ പീസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡ്സ് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മളിപ്പോൾ ഇത് കാണിക്കുക. 2980 ആക്ച്വൽ പ്രൈസ് വരുന്ന ഈ ഒരു ഡിസൈൻ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഫ്ലാറ്റ് 2500 വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും തരിക. അതെന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസ് ഒരുപാട് ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളും ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് നടത്തുന്നത്. അത് കഴിഞ്ഞ് പുതിയത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാരീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഡീറ്റെയിൽസ് നോക്കാം. സോ അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് വൺ ഈ ഒരു പിങ്ക്. ഇതിലെല്ലാം വളരെ പീസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. എന്നാൽ വളരെ പ്രീമിയം ലുക്കാണ് ഈ ഒരു ഐറ്റം. നമുക്ക് ഒരുപാട് സ്റ്റോക്ക് നമ്മൾ ചെയ്തൊരു ഐറ്റം ആണ് ഇങ്ങനത്തെ. ഇതിൻ്റെ പല മോഡൽസ് ആണ് കേട്ടോ, ഈ സെയിം അല്ല, പല മോഡൽസ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്. ഇതിൽ ഫുള്ളും ഇതുപോലെ ഹെവി ആപ്ലിക്കാണ്. ബ്ലൗസ് ആണ് കാണുന്നത്. ബ്ലൗസിൽ വർക്ക് വരുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഈ ഒരു പിങ്ക് ചെറിയൊരു ലാവൻഡറിൻ്റെ മിക്സ് ഉള്ളൊരു ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്. ഇതൊക്കെ ഇതിൻ്റെ ബ്ലൗസ് പാറ്റ് ഡ്രൈപ്പ് ചെയ്ത് വരുമ്പം വളരെ പ്രീമിയം ലുക്കാണ്. പിന്നെ ഇതിന് കൂടുതൽ ലുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടതിൽ എല്ലാവരും തന്നെ ഈ സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അതിനാണ് കുറച്ചും കൂടെ കൂടുതൽ ലുക്ക് വരുന്നത് ഇങ്ങനത്തെ ഐറ്റം വരുമ്പോൾ. ഇതുണ്ടോ, ഇതാണ്. ഞാനിത് എൻഫോൾഡ് ചെയ്യുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓർഗൻസ ബേസ് ഫാബ്രിക് ആയതുകൊണ്ട് ഒരിക്കലും കളർ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ മടക്കി വെച്ച് ഫോൾഡിൽ കാണിച്ചാലേ നിങ്ങൾക്ക് കളർ മനസ്സിലാവുള്ളൂ. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കളറാണ് അടുത്തത്. ഇതൊരു കൈൻഡ് ഓഫ് പീച്ച് വേരിയൻ്റ് ആണ്. ഇത് യൂഷ്വലി ഇങ്ങനത്തെ കളർ വരുമ്പോൾ മീഡിയം പേസ്റ്റൽ ആയിട്ടാണ് വരിക. അതിനേക്കാളും കുറച്ചും കൂടി 2 സ്റ്റെപ്പ് കൂടെ മുകളിൽ നിൽക്കുന്ന ഒരു പീച്ചിൻ്റെ കളർ ടോൺ ആണ് വരിക. ഇതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക് പാറ്റേൺ പോയേക്കുക. സോ ഇതാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതൊരു പേസ്റ്റൽ ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ്റെ വേരിയൻ്റ് ആണെന്ന് തോന്നുന്നു. ഒരു മിൻറ്റ് ഗ്രീൻ ആണെന്ന് തോന്നുന്നു ഇതിൽ വേരിയൻ്റ് ആയിട്ട് പോയിരിക്കുന്നത്. വളരെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. പിന്നെ ബോർഡേഴ്സ് ഫുൾ അതുപോലെ സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. ഇതുണ്ടോ, ഇതൊക്കെ നോക്കിയാൽ കാണാം. പിന്നെ ബ്ലൗസിനകത്തും ചെറിയ വർക്ക്സ് വരുന്നുണ്ട്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതൊരു സഫയർ ടോൺ ആണെന്ന് തോന്നുന്നു. ഒരു ഭയങ്കര റിച്ച് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡ്. ഹെവി വർക്ക്, സെയിം പാറ്റേൺ. ആപ്ലിക്കിൽ എല്ലാത്തിലും ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. പല ടൈപ്പ് ഓഫ് ആപ്ലിക് ഡിസൈൻസ് വന്നിട്ടുണ്ട്. സോ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇതേപോലെയാണ്. നമ്മൾ മുന്നേ കണ്ടതിൻ്റെ ചെറിയ വേരിയേഷൻ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വർക്ക് ഡിഫറൻസ് ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതുണ്ട്. നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് പേസ്റ്റൽ ഗ്രീൻ വേരിയൻ്റ് ആണ്. ഒരു മിൻറ്റിൻ്റെ പേസ്റ്റൽ ടോൺ ആണ് യൂസ് ചെയ്തേക്കുക. ടർക്കിഷ് ഓർഗൻസ റിപ്ലിക്ക ആയിട്ടുള്ള ഒരു സാരി പാറ്റേൺ ആണ്. ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആണ്. ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ട്. അതാണ് അടുത്ത ഷെയ്ഡ്. ഇത് അതിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ബേജ് ടോൺ പോലെ നിൽക്കും. പേസ്റ്റൽ ബേജ് അല്ല, ഒരു സഫയർ ഷെയ്ഡ് തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് ഈ സെക്ഷൻ ഫുള്ളും വന്നേക്കുന്നത്. ഇതിന് തന്നെ കളർഫുൾ ഷെയ്ഡ്സ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇത് പേസ്റ്റൽ ടോൺസിൻ്റെ മാത്രം കളക്ഷൻസ് ആണ്. ഫ്ലാറ്റ് 2500 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത് ഒരു പീച്ച് വേരിയൻ്റ് ആണ്. വീഡിയോയിൽ വരുമ്പം കുറച്ചും കൂടെ പേസ്റ്റലായിട്ട് വരും. അത്രയും പേസ്റ്റല, ഇച്ചിരൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ല കളർ ഷെയ്ഡ്. പാറ്റേൺസ് സെയിം. ഇത്രയും ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുക. വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളുക. താങ്ക് യു.